ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൂർത്തിയും അവന്തിക ഏർപ്പാട് ചെയ്ത കബീർ ഖാൻ എന്ന് പറയുന്ന ആൾ കൂടി സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ പറയുന്നുണ്ട് ഗുരുജിയെ കാണണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഗുരുജിയെ കാണാനായി പോകുന്നു. ഗുരുജി ഇപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു. ഈ സമയം അയാളെ കാണുകയും അയാളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഗുരുജി. അയാളെ കണ്ടപാടെ തന്നെ ഗുരുജിക്ക് എന്തോ ഒരു കള്ളലക്ഷണം തോന്നുന്നുണ്ട്. ഉടനെ ഗുരുജി ചോദിക്കുന്നുണ്ട്, ആരെയാണ് കാണേണ്ടത്? നമുക്ക് ഗുരുജിയാണ് കാണേണ്ടത് എന്ന് കബീർ ഖാൻ പറയുന്നു. ഉടനെ ഗുരുജി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുമ്പോൾ ഗുരുജി പറയുന്നുണ്ട്, മനസ്സ് സത്യമേ പറയൂ, പക്ഷേ മനുഷ്യർ കള്ളം പറയും എന്ന് ഗുരുജി പറയുന്നു. ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട്, ഗുരുജി പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് കള്ളം പറയുന്ന മനുഷ്യരെ തീരെ ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. കാശി, രാമേശ്വരം, വാരണാസി, ഹിമാലയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പോൾ ഇതാ അങ്ങയുടെ ആശ്രമത്തിലെത്തി നിൽക്കുന്നു എന്നൊക്കെ കബീർ ഖാൻ പറയുമ്പോൾ ഗുരുജി ചോദിക്കുന്നുണ്ട്, അവിടെ നിന്നും കിട്ടാത്ത എന്ത് സമാധാനമാണ് ഇവിടെ നിന്നും കിട്ടാനുള്ളത് എന്ന് ഗുരുജി ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് അയാളിപ്പോൾ ഗുരുജി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഗുരുജിയുടെ കാൽക്കൽ വീഴുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അയാളോട് എഴുന്നേക്കാനായി പറയുന്നു. ശേഷം അയാളുടെ തലയിൽ കൈവച്ച് മന്ത്രിക്കുന്നുണ്ട് ഗുരുജി. അയാളുടെ തലയിൽ കൈവച്ചപ്പോഴേ ഗുരുജിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. എന്നെ കുറച്ച് ദിവസം ഇവിടെ തങ്ങാൻ അനുവദിക്കണം. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാമെന്നും അയാൾ പറയുന്നു. ഉടനെ ഗുരുജി പറയുന്നുണ്ട്, വേണ്ട, ഒന്നും പറയേണ്ടതില്ല. അരുതാത്തതൊന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയം വരെ ഇവിടെ താമസിക്കാം. എന്തായാലും ധന്വന്തരി മൂർത്തിയുടെ മുന്നിലും അർദ്ധനാരീശ്വരൻ്റെ മുന്നിലും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കഴിഞ്ഞോളൂ എന്ന് പറയുന്നു ഗുരുജി. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം അവിടെ അർച്ചനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്റ്റാഫായ ആ സ്ത്രീ ഇപ്പോൾ വന്ന്, അതായത് ഗുരുജിയുടെ ശിഷ്യ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതാരാ, പുതിയ അന്തേവാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഗുരുജി ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, നെറ്റിയിൽ മാത്രമേ ഉള്ളൂ ഭസ്മവും ചന്ദനവും, പക്ഷേ ഉള്ളിൽ കാളക്കൂട വിഷമാണ്. ചിത്രാ പൗർണമിക്ക് ഇനി 2 ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിഥികൾ ഇനിയും വരും. വരുന്നവർ ആരാ എന്താ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം എന്നിപ്പോൾ ഗുരുജി അവരോട് പറയുന്നുണ്ട്. അവരും ശരി ഗുരുജി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ശേഷം ഇപ്പോൾ അവന്തികയും ശോഭനയും സംസാരിക്കുന്നുണ്ട്. ഇനി പേടിക്കാനൊന്നുമില്ല, കബീർ ഖാൻ സ്ഥലത്തെത്തിക്കഴിഞ്ഞു, ഇനി അയാളെല്ലാം നോക്കിക്കോളും എന്ന് അവന്തിക പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, ഏത് ഖാൻ വന്നാലും കാര്യം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ മോൻ്റെയും ഗൗരിയുടെയും സന്തോഷത്തിന് 2 ദിവസം മാത്രമേ ആയുസുള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശോഭന വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ പറയുന്നുണ്ട് അവന്തികയോട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇതൊരു ആശ്രമമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ സംഭവിക്കാനുള്ളതേ സംഭവിക്കൂ. നമ്മൾ സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനി കബീർ ഖാൻ എല്ലാം ചെയ്തോളൂ എന്നിപ്പോൾ അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കബീർ ഖാൻ ഇപ്പോൾ ആരും കാണാതെ അർച്ചന കിടക്കുന്ന ആ മുറിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അർച്ചനയ്ക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2ാം ഘട്ട ചികിത്സ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ അർച്ചനയ്ക്ക്. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജനൽപ്പാളിയിലൂടെ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയം ഗോകുൽ അവിടേക്ക് വരുന്നു. ഇയാളിങ്ങനെ നോക്കുന്നത് ഗോകുൽ കാണുന്നുണ്ടായിരുന്നു. ഗോകുൽ ഇപ്പോൾ അയാളുടെ തോളത്ത് ഇങ്ങനെ പിടിക്കുന്നു. അത് കണ്ട് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് അയാൾ. ഉടനെ ഇപ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന്. അത് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ് എന്ന് കബീർ ഖാൻ പറയുന്നു. അതിന് ഇവിടെ കണ്ടു പരിചയമില്ലല്ലോ എന്നിങ്ങനെ ഗോകുൽ ചോദിക്കുമ്പോൾ, ഇല്ല, എന്നെ കാണാൻ വഴിയില്ല, ഞാൻ പുതിയ ആളാണ്, ഇന്ന് വന്നതേ ഉള്ളൂ. ആശ്രമം ഒന്ന് ചുറ്റി കാണാൻ ഗുരുജി പറഞ്ഞിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അകത്തെ ചികിത്സ ഞാൻ കണ്ടത്, അതുകൊണ്ട് നോക്കിയതേ ഉള്ളൂ എന്നിങ്ങനെ കബീർ ഖാൻ ഗോകുലിനോട് പറയുന്നുണ്ട്. ഉടനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താണ് പേരെന്ന്. ഉടനെ ഇപ്പോൾ കബീർ ഖാൻ കബി എന്നിങ്ങനെ തുടക്കമിട്ടിട്ട് കേശവൻ പോറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു കള്ളപ്പേരാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരുടെ അകത്ത് ചികിത്സ നടക്കുന്നത്, ഭാര്യയാണോ എന്നിങ്ങനെ ഗോകുലിനോട് അയാൾ ചോദിക്കുന്നു. ഉടനെ അതേ എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് എന്താണ് അസുഖം എന്ന് കബീർ ഖാൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഓർമ്മയുടെ പ്രശ്നമാണ് എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ, ഇവിടുത്തെ ചികിത്സ വളരെയധികം പേര് കേട്ടതാണ്, കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കബീർ ഖാൻ പറഞ്ഞിട്ട്, ഞാൻ പോട്ടെ, എല്ലായിടം ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഗോകുൽ അയാളോട് പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെ ചികിത്സാ മുറികൾ കാണും. പോകുന്ന വഴിയിൽ ഇനിയും ഇതുപോലെ ചികിത്സാ മുറികൾ കാണും. ജനാലയിലൂടെ എത്തിനോക്കാൻ നിൽക്കണ്ട. ആരെങ്കിലും കണ്ടാൽ കള്ളനാണെന്ന് വിചാരിക്കും.
എന്ന് ഗോകുൽ പറയുന്നത് കേട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അയാൾ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും മാരുതിയുമാണ്. അവരിപ്പോൾ ഒരു തുണിക്കടയിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒരു സാരി വാങ്ങാനാണ് വന്നിരിക്കുന്നത്. ഈ സമയം തന്നെ ഇപ്പോൾ അവന്തികയും മൂർത്തിയെയും കബീർ ഖാനെയും കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ ഗുരുജിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വന്ന കാര്യം ചെയ്തിട്ട് ഇരു ചെവി അറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് കബീർ ഖാൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്താൽ ഇപ്പോൾ പറഞ്ഞതിലും വലിയൊരു എമൗണ്ട് തൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്ന് അവന്തിക പറയുന്നു. ഇനി നമുക്ക് 3 പേർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രം, അർച്ചനയും സച്ചിയും എന്നും അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിപ്പോൾ ഗുരുജി വന്നിട്ടുണ്ട്. ഗുരുജി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഗുരുജിയുടെ തള്ളവിരൽ ഇങ്ങനെ അർച്ചനയുടെ നെറ്റിയിൽ അമർത്തി പിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മ വരികയാണ്. ആ ഒരു മയക്കത്തിൽ തന്നെ അർച്ചനയുടെ കല്യാണവും അങ്ങനെ സച്ചിയുമായിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങളും അവർ ഒരുമിച്ച് അവിടെ സ്ഥലങ്ങളിലൊക്കെ പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട്. സച്ചിയും അർച്ചനയും ഒരുമിച്ചതും അവർ തമ്മിൽ പിരിഞ്ഞതും എല്ലാം ഇപ്പോൾ കാണുന്നുണ്ട് അർച്ചന. ശേഷം വീട് വിട്ടിറങ്ങിയതും കുഞ്ഞുമായ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചതും എല്ലാം ഇപ്പോൾ അർച്ചന കാണുന്നു. ഈ സമയം ഗുരുജി ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പേര് എന്ന്. അർച്ചന അർച്ചന എന്നിങ്ങനെ പറയുന്നുണ്ട് അർച്ചന. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴും കണ്ണടച്ച് തന്നെയാണ് ഓർക്കുന്നത്. ആ ഒരു ഇതിൽ അർച്ചനയുടെ സ്വന്തം കൈ ഇങ്ങനെ അമ്മയ്ക്ക് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫുകളൊന്ന് ഗുരുജിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്കും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗുരുജി ആ സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, ഉണരുമ്പോൾ ഇതൊന്നും ഓർക്കണമെന്നില്ല, പക്ഷേ ആരോ വലിച്ചെറിഞ്ഞതുപോലെ ഓർമ്മകൾ പലതും അവിടെ ഇവിടെയായി കിടപ്പുണ്ട്. പൗർണമി നാൾ തീരുന്നതോടുകൂടി ചിതറിപ്പോയ ഓർമ്മകളെല്ലാം നേർവഴിക്ക് സഞ്ചരിക്കും. ഇപ്പോൾ അവൾ നഷ്ടപ്പെട്ട ഓർമ്മയിലേക്ക് ഇറങ്ങി തുടങ്ങി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നും അവരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ശ്രദ്ധ വേണം, ഒരു ചെറിയ പാളിച്ച പോലും അപകടമുണ്ടാക്കും എന്നും അദ്ദേഹം ഇപ്പോൾ അവരോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഗോകുലുമായി സംസാരിക്കുന്നുണ്ട് ഗുരുജി. തൊട്ടടുത്ത് ശോഭനയും നിൽക്കുന്നുണ്ട്. ചിത്രാ പൗർണമിയുടെ അന്ന് സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ എന്നിപ്പോൾ ശോഭന ഗുരുജിയോട് ചോദിക്കുന്നു. എല്ലാം ഞാൻ വിശദമായി ഗോകുലിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വാമിജി പറയുന്നു. ഓർമ്മ കിട്ടുന്നതാണോ കിട്ടാത്തതാണോ നല്ലത് എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഗുരുജി ഇപ്പോൾ ശോഭനയോട്. ഈ ജാതകപ്രകാരം സമൃദ്ധിക്ക് ഇപ്പോൾ 2 ജീവിതമുണ്ട്. ഇന്ന് കാണുന്ന ആൾ സമൃദ്ധിക്ക് നാളെ കാണില്ല. ആദ്യത്തെ ആൾ എന്നെ അവസാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഗുരുജി പറയുന്നത് കേട്ട് ശോഭന പറയുന്നുണ്ട്, അത് പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. നിങ്ങൾ 2 പേരും കൂടെ ഉണ്ടായാൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്ന് ശോഭനയും പറയുന്നുണ്ട്. മരുമകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ, ഭഗവാൻ അനുഗ്രഹിക്കും എന്നും ഗുരുജി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. ഇനി ചികിത്സയുടെ അവസാന ഘട്ടമാണ് എന്ന് സ്വാമിജി ഇപ്പോൾ ഗോകുലിനോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഗുരുജി ഇപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, ഈ ജാതകം നോക്കിയിട്ട് ഇതിൽ നിഗൂഢതകൾ അനവധിയാണ്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ജാതകപ്രകാരം സമൃദ്ധി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് ഗുരുജി ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ആ സ്റ്റാഫുകളും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.